നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ആ ഇൻവെസ്റ്റ്മെന്റിന്റെ 4 ഇരട്ടി അയാൾക്ക് ലാഭവും കിട്ടും. അതൊക്കെ ശരിയാ മോനെ, പക്ഷേ നമ്മുടെ ഉത്തരവാദിത്വമില്ലായ്മ കൊണ്ട് ആ പ്രോജക്റ്റ് നഷ്ടമാവരുത്. അയാള് ഒരു നല്ല ഇൻവെസ്റ്ററാ. നമ്മുടെ ഭാവിയിലെ പദ്ധതികൾക്ക് എത്ര കോടി രൂപ വേണമെങ്കിലും അയാൾ ഇൻവെസ്റ്റ് ചെയ്യും. അതൊക്കെ ചിന്തിക്കാൻ ഇവൻ എവിടെയാ നേരം? ഭാവനയുടെ വീട്ടിലെ അടുക്കള പ്രശ്നങ്ങൾ പരിഹരിക്കാനല്ലേ ഇവന് സമയമുള്ളൂ. ഭാവനെ, നീ ഇവനെയും കൊണ്ട് നിന്റെ വീട്ടിലെ ഒഴിയാബാധകൾ പരിഹരിക്കാൻ നടക്കുന്നതിനിടയില് ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് കോടികളാ. ആന്റി, ഓഫീസ് കാര്യങ്ങള് സൂര്യ നന്നായിട്ട് നോക്കുന്നുണ്ട്. എന്റെ വീട്ടിലെ കാര്യങ്ങളുമായിട്ട് അതിനെ കൂട്ടിക്കുഴയ്ക്കണ്ട. എന്നാ പിന്നെ നീ ഇവനെ ഫ്രീ ആയിട്ട് വിട്. ആന്റി, അമ്മ എന്തൊക്കെയാ ഈ പറയുന്നത്? ഭാവന എന്താ എന്നെ ശല്യം ചെയ്തോണ്ടിരിക്കുകയാണോ? എന്താ ചെയ്ത്? ഇപ്പൊ നീയാണല്ലോ റോങ് ആയിട്ട് സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞത് കാര്യമായിട്ട് തന്നെയാ. ആദ്യം ഓഫീസ് കാര്യം, പിന്നെ മതി ബാക്കിയുള്ളതൊക്കെ. ആന്റി, വെറുതെ എന്നെ കുറ്റക്കാരിയാക്കല്ലേ. ഞാൻ ഒരിക്കലും സൂര്യയുടെ ബിസിനസ് കാര്യങ്ങൾക്ക് തടസ്സം നിന്നിട്ടില്ല. എന്താ ആന്റി ഇത്? അല്ലെങ്കിൽ തന്നെ ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചു നാളല്ലേ ആയിട്ടുള്ളൂ. അതെന്താ ആന്റി മനസ്സിലാക്കാത്ത? അമ്മയുടെ മനസ്സിൽ വേറെന്തൊക്കെയാണ് മനസ്സ്. അതുകൊണ്ടാ ഭാവനയുമായി ഒരു ബന്ധമില്ലാത്ത ഓഫീസ് വിഷയം അമ്മ എടുത്തിട്ടത്. എന്തായാലും ഈ വിഷയം വിടുമോനെ. ചില സമയത്തേക്ക് ഇവിടെ ഇങ്ങനെയാ, എന്ത് പറയണം എന്ത് പറയണ്ടെന്ന് കൃത്യമായിട്ട് അവർക്ക് അറിയില്ല. ഞാനിപ്പോ പറഞ്ഞത് ആർക്കും അറിയാത്ത കാര്യങ്ങളൊന്നും അല്ല, ഓഫീസിലെ പ്രശ്നങ്ങളാ. ശരി, അമ്മയൊന്ന് സമാധാനപ്പെട്. ഞാൻ എന്താ വേണ്ടെന്നൊന്ന് ആലോചിക്കട്ടെ. അയ്യോ, എനിക്ക് വേണ്ടി നീ ഒന്നും ചെയ്യണ്ട. ഞാൻ ഏത് സമയത്ത് പോകാൻ നിൽക്കുന്നവളാ. നിനക്കും നിന്റെ ഭാര്യയ്ക്കും വേണമെങ്കിൽ ചെയ്താ മതി. അമ്മ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്? എല്ലാരും ഒരിക്കൽ പോയേ പറ്റൂ. അതേടാ, പോയേ പറ്റൂ. പക്ഷെ എന്നെ പോലെ ദിവസങ്ങൾ എണ്ണി മരണം കാത്തിരിക്കേണ്ടി വരില്ലല്ലോ.